സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളും പൂർണ്ണമായും മാറ്റിവെച്ച് മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും ജോലിസ്ഥലങ്ങളിലെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും കുടുംബത്തിനായി ജീവിതം ഹോമിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രവാസികളും. നാട്ടിലുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാനും അവരുടെ സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി അഹോരാത്രം ഓടുമ്പോൾ പലരും സ്വന്തം ശരീരത്തിന്റെ നിശബ്ദമായ വിളിച്ചുപറച്ചിലുകൾ കേൾക്കാതെ പോകുന്നു. പലപ്പോഴും കഠിനമായ തലവേദനയോ അമിതമായ ക്ഷീണമോ അനുഭവപ്പെടുമ്പോൾ ഒരു താൽക്കാലിക വേദന സംഹാരിയിൽ അഭയം കണ്ടെത്തി വീണ്ടും ജോലിയിലേക്ക് മടങ്ങുന്ന പ്രവണത പ്രവാസികൾക്കിടയിൽ വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരം ചെറിയ അവഗണനകൾ വലിയൊരു ആരോഗ്യ ദുരന്തത്തിലേക്കുള്ള വഴിവെക്കലാണെന്ന് UAE-യിലെ പ്രമുഖ ആരോഗ്യ വിദഗ്ധർ ഒരേ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് നിശബ്ദ വില്ലനായ ഉയർന്ന രക്തസമ്മർദ്ദവും അതുണ്ടാക്കുന്ന വൃക്കരോഗങ്ങളും ഇന്ന് പ്രവാസി മലയാളി സമൂഹത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെയും അധികമുള്ള ദ്രാവകങ്ങളെയും അരിച്ചുകളഞ്ഞ് രക്തം ശുദ്ധീകരിക്കുന്ന പ്രധാന അവയവമാണ് വൃക്കകൾ. രക്തസമ്മർദ്ദം അനിയന്ത്രിതമായി ഉയരുമ്പോൾ വൃക്കകളിലെ സൂക്ഷ്മമായ രക്തക്കുഴലുകൾക്ക് കടുത്ത സമ്മർദ്ദം അനുഭവപ്പെടുകയും അവയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് കാലക്രമേണ വൃക്കകളുടെ പ്രവർത്തനക്ഷമത പൂർണ്ണമായും ഇല്ലാതാക്കും. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഉയർന്ന രക്തസമ്മർദ്ദമുള്ള വലിയൊരു ശതമാനം ആളുകൾക്കും തങ്ങൾക്ക് വൃക്കരോഗമുണ്ടെന്ന കാര്യം അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും രോഗം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുകയും വൃക്കകൾ പകുതിയിലധികം പ്രവർത്തനരഹിതമാവുകയും ചെയ്യുമ്പോൾ മാത്രമായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കേവലം ഒരു അസ്വസ്ഥതയായി കാണാതെ വൃക്കകളുടെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. ഗൾഫ് നാടുകളിലെ കഠിനമായ കാലാവസ്ഥയും മാറിമറിയുന്ന ജോലി സമയക്രമങ്ങളും പ്രവാസികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വേനൽക്കാലത്തെ കടുത്ത ചൂടിൽ ജോലി ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്ന് അമിതമായി ജലം നഷ്ടപ്പെടുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, കൊഴുപ്പും ഉപ്പും അമിതമായി അടങ്ങിയ ഫാസ്റ്റ് ഫുഡുകളെയും റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളെയും ആശ്രയിക്കുക എന്നിവ ഇതിന്റെ ആക്കം കൂട്ടുന്നു. ഇതിനു പുറമെ നാട്ടിലെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളും വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും രക്തസമ്മർദ്ദം ക്രമാതീതമായി ഉയരുന്നതിലേക്ക് നയിക്കുന്നു. പ്രായമായവരെയാണ് സാധാരണ ഇത്തരം രോഗങ്ങൾ ബാധിക്കാറുള്ളതെന്ന ധാരണ തിരുത്തിക്കൊണ്ട് സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് 30കളിലും 40കളിലുമുള്ള ചെറുപ്പക്കാരായ പ്രവാസികളിലും ഉയർന്ന രക്തസമ്മർദ്ദവും വൃക്കസ്തംഭനവും വർദ്ധിച്ചു വരുന്നു എന്നാണ്. അമിതവണ്ണം, പ്രമേഹം, പുകവലി, മദ്യപാനം, കുടുംബത്തിൽ ഹൃദ്രോഗ പാരമ്പര്യം ഉള്ളവർ എന്നിവർ ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തുടക്കത്തിൽ യാതൊരുവിധ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാത്തതുകൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തെയും പ്രാരംഭഘട്ടത്തിലെ വൃക്കരോഗങ്ങളെയും നിശബ്ദ കൊലയാളികളെന്ന് നമുക്ക് വിളിക്കാം. എങ്കിലും ശരീരം നൽകുന്ന ചില ചെറിയ സൂചനകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിട്ടുമാറാത്ത തലവേദന, അകാരണമായ ക്ഷീണം, കാലുകളിലോ അല്ലെങ്കിൽ കണ്ണുകൾക്ക് ചുറ്റുമോ ഉണ്ടാകുന്ന നീർവീക്കം, രാത്രികാലങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മൂത്രശങ്ക, മൂത്രത്തിൽ കാണപ്പെടുന്ന പത എന്നിവയെല്ലാം വൃക്കകളുടെ പ്രവർത്തനത്തിലെ തകരാറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങളാകാം. ജോലി തിരക്കുകൾക്കിടയിൽ ഇത്തരം ലക്ഷണങ്ങളെ കേവലം ക്ഷീണമെന്നോ ചൂടുകൊണ്ടുള്ള പ്രശ്നമെന്നോ കരുതി തള്ളിക്കളയുന്നത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും. രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും അത് നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഉടൻ തന്നെ ക്രിയാറ്റിനിൻ ഉൾപ്പെടെയുള്ള വൃക്കകളുടെ ആരോഗ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. രോഗം വന്നതിന് ശേഷം ഡയാലിസിസ് പോലെയുള്ള സങ്കീർണമായ ചികിത്സകളിലേക്ക് പോകുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണ്. രക്തസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ലളിതമായ രക്തമൂത്ര പരിശോധനകൾ നടത്താൻ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ ഉപ്പിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുക, പ്രകൃതിദത്തമായ ആഹാര രീതികൾ പിന്തുടരുക, ദിവസവും 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുക എന്നിവ ശീലമാക്കണം. കൂടാതെ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ സ്വയം ചികിത്സ നടത്തുന്നതും വേദന സംഹാരി ഗുളികകൾ പതിവായി കഴിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം ഇത്തരം ഗുളികകൾ വൃക്കകളെ നേരിട്ട് തകരാറിലാക്കുന്നവയാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ലളിതമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനമോ വിനോദങ്ങളോ കണ്ടെത്തുന്നത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. പ്രവാസികളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് കേവലം ബാങ്ക് അക്കൗണ്ടിലെ പണമോ നാട്ടിൽ കെട്ടിപ്പൊക്കുന്ന വലിയ വീടുകളോ മാത്രമല്ല, മറിച്ച് അവരുടെ ആരോഗ്യം കൂടിയാണ്. നിങ്ങൾ ആരോഗ്യവാനായിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കുടുംബത്തിന് യഥാർത്ഥ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. ചെറിയ അസ്വസ്ഥതകളെ പോലും കൃത്യസമയത്ത് അഭിസംബോധന ചെയ്യുക. നാളത്തെ നല്ല നാളേക്കായി ഇന്നു മുതൽ തന്നെ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.